വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ താലി കെട്ടിയ പെണ്ണ. ഹരിത ഇപ്പോഴും അയാളുടെ ഭാര്യയാണ്. ഇത് അവളുടെ ഭർത്താവ് കിട്ടിയ താലി. മറ്റൊരാളിന്റെ ഭാര്യയായ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വരുന്നതൊക്കെ രാജകുടുംബത്തിലെ പതിവായിരിക്കും, അല്ലേ അപ്പച്ചി? ഈ കാര്യങ്ങളൊന്നും ആനന്ദവല്ലി പറഞ്ഞില്ലല്ലോ. അറിയില്ല. ഒരു വിവാഹം നടക്കാൻ ചുരുങ്ങിയത് 1000 കള്ളമെങ്കിലും പറയണമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതറിയാവുന്ന അപ്പച്ചി ഒരു കള്ളം പറഞ്ഞു, അത്ര തന്നെ. അപ്പച്ചിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതിഥികള് ക്ഷമിക്കണം. ഹരിതേ, മനോജിന്റെ ഭാര്യയായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഇനി ഒരു വിവാഹബന്ധം നടക്കില്ല. എന്നാ പിന്നെ പോവല്ലേ? ഇതിനായിരുന്നോ എന്നെ കെട്ടി ഒരുക്കിക്കൊണ്ട് വന്നത്? നാണം കേട്ട ഏർപ്പാട്. ആനന്ദവല്യമ്മയുടെ ആജ്ഞാശക്തിയുടെ മൊത്തം മനസ്സിലായി. കഷ്ടം. ഒരു താലിക്കുമീതെ മറ്റൊരു താലി കൂടി കെട്ടേണ്ട ഗതികേട് ഒഴിവായി. ആശ്വാസം. അല്ലെങ്കിൽ താലികൾ തമ്മിലെ കുരുങ്ങിയേനെ. എന്നോടിത് വേണ്ടായിരുന്നു ആനന്ദവല്ലി. വാടാ. കർണാര, എന്റെ തീരുമാനത്തിൽ ഇടപെട്ട് അപമാനിക്കാൻ നീ ആരാടി? കുടുംബം തൊലയ്ക്കാമെന്ന അട്ടിപ്പേർ കിടക്കുന്ന ശാപം പിടിച്ച പുഴുത്ത ജന്മം. നിന്നെ ഞാൻ വേണ്ട. ഒരു സത്യം വെളിപ്പെടുത്തി ഈ കുടുംബത്തിന്റെ മാനം കാത്തവള വന്ദന. കുടുംബം തൊലയ്ക്കാൻ വന്നവളുടെ പ്രവൃത്തിയല്ല, ഈ കുടുംബം രക്ഷിക്കാൻ വന്നവളുടെ സത്യസന്ധതയാണ്. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട അപ്പച്ചി.